Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ Lazycard ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ന്യൂസ് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. Lazypayയും അതുപോലെ തന്നെ നമ്മുടെ RBL ബാങ്കും ടൈ അപ്പ് ചെയ്തിട്ട് ഇപ്പോൾ Lazypay RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി Lazypay ഉള്ള കസ്റ്റമേഴ്സ് അങ്ങനെ ഓൾറെഡി Lazypayയുടെ കസ്റ്റമേഴ്സ് ആയവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും അവർ ഓൾറെഡി റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ Lazycard എന്ന് പറയുന്നത് ആക്ച്വലി ഇതായിരുന്നു. അപ്പോൾ ഇത് ലുക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ മുകളിൽ ഒരു RBL ബ്രാൻഡിങ് വരുന്നുള്ളൂ. കാണാൻ വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പിന്നെ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ RBI, നമ്മുടെ PPI, നമ്മുടെ എന്താ പറയുക കാർഡുകൾ, അതായത് ബൈ നോ പേ ലേറ്റർ കാർഡുകൾ ബാൻ ചെയ്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും കുറേ നമ്മുടെ എന്താ പറയുക സ്ലൈസും അതുപോലെ തന്നെ യൂണിക്കാറും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവരെ കാർഡിൻ്റെ സംഭവങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ Lazycardൻ്റെ കൂടെ Lazycard അവരുടെ RBL ബാങ്ക് ടൈ അപ്പ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ Lazypay എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും PayU ഫിനാൻസിൻ്റെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ PayU ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലത്തെ ടോപ്പ് വൺ ഓഫ് ദ എന്താ പറയുക NBFC എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ ആയതുകൊണ്ട് തന്നെ അവർ എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചാണ് ഇവർ ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നത്. പിന്നെ പോസ്റ്റ് പേ ആണ് നമ്മളത് ഞെട്ടിച്ചത്. പോസ്റ്റ് പേ ഭാരത് പേൻ്റെയാണ് അത്ര വലിയ സംഭവമായിട്ട് അവരൊരു പ്രീപെയ്ഡ് കാർഡാണ് ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക അനൗൺസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു നോർമൽ ക്രെഡിറ്റ് കാർഡുകളും ഉണ്ടെന്നാണ് ആക്ച്വലി പറഞ്ഞത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പോസ്റ്റ് പേൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. പോസ്റ്റ് പേ അത് ആക്ച്വലി അതൊരു പ്രീപെയ്ഡ് കാർഡ് ഉണ്ട്. ഓൾറെഡി ഞാൻ എൻ്റെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പ്രീപെയ്ഡ് കാർഡായിരുന്നു. അതിന് പക്ഷേ അവർ ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ 3 പ്രൊഡക്റ്റുകൾ റിവീൽ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് Lazypayൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നമ്മുടെ പക്ഷേ ഇതിനൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. Lazypay കാർഡ് വന്ന പോലെ തന്നെ Lazypay ക്രെഡിറ്റ് കാർഡും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 250 രൂപ കിട്ടും. നമ്മൾ കാർഡ് കിട്ടിയ ആദ്യത്തെ 30 ദിവസത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 250 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1% ക്യാഷ് ബാക്ക് ഉണ്ട്. നമ്മളെ എല്ലാ POSും അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷനും നമുക്ക് 1% ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. പിന്നെ എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇൻഷുറൻസ് പേയ്മെൻറ്റിനും ഇല്ല, ഫ്യൂൽ പേയ്മെൻറ്റിനും ഇല്ല, അതുപോലെ തന്നെ റെൻ്റൽ പേയ്മെൻറ്റിനും ഇല്ല, അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റിനും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഈസി EMI ഓഫർ കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് RBL കാർഡിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആമസോണിൽ വേണമെങ്കിൽ EMIയിൽ നമുക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാം. അങ്ങനെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നോർമൽ RBL കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ കിട്ടുന്ന എല്ലാ ഓഫേഴ്സും നമുക്ക് ഇതിൽ കിട്ടും ചെയ്യട്ടെ. അങ്ങനെയാണ് ആക്ച്വലി ഒരു പറഞ്ഞേക്കുന്നത്. പിന്നെ ഫീസിൻ്റെ കാര്യമാണ് RBL ബാങ്ക് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നവർ ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ റിവാർഡ് പോയിന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RBL ബാങ്ക് ആക്ച്വലി അവരുടെ ഫീസ് എന്ന് പറയുന്നത് 99 + GST ആണ്. റിവാർഡ് റിട്ടംഷൻ ഫീസ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇപ്പോൾ ബജാജ് RBL കാർഡായാലും നോർമൽ RBL ക്രെഡിറ്റ് കാർഡായാലും എല്ലാത്തിനും നോർമൽ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 99 + GST തന്നെയാണ് കേട്ടോ റിവാർഡ് റിട്ടംഷൻ ഫീസ് പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഒരു അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഞാൻ ആക്ച്വലി നമ്മുടെ Lazypay അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ Lazypayയുടെ കട പണ്ടത്തെ കടയായിരുന്നു ഇത്. അപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതനുസരിച്ച് ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് തന്നെ അത് കിട്ടുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അവർ നമ്മുടെ ഓൾറെഡി Lazycard ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ RBIയുടെ ബാൻ പ്രകാരം December 1 തൊട്ട് എല്ലാ കാർഡുകളും കട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള Lazycard നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ പുതിയ RBL ബാങ്കായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വന്നേക്കുന്നത് അത് ഓൾറെഡി പുതിയ കാർഡായിട്ട് വരിക കേട്ടോ. പഴയ കാർഡല്ല വരിക, പുതിയ കാർഡാണ് വരിക. RBL ബാങ്കായിട്ട് ടൈപ്പ് ചെയ്താക്കുന്ന RBL ബാങ്ക് ഇറക്കുന്ന കാർഡാണ് വരിക കേട്ടോ. അപ്പോൾ പക്ഷേ കാണാൻ ലുക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ജസ്റ്റ് RBL ബാങ്കിൻ്റെ ബ്രാൻഡിങ് മുകളിൽ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ്. പക്ഷേ Lazycard കിട്ടിയ പോലെ അത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ലെന്ന് മാത്രം. എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡിന് അതിന് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേണമല്ലോ, അതൊരു ഉണ്ട്. പിന്നെ ഓൾറെഡി കാർഡുള്ളവർക്കുള്ള പ്രയോറിറ്റി അത്രയ്ക്ക് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് എല്ലാവർക്കും കിട്ടാനുള്ള പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഓൾറെഡി Lazypay അക്കൗണ്ട് ഉള്ളവർക്ക് പ്രയോറിറ്റി ഉണ്ട്. പക്ഷേ കാർഡുള്ളവർക്ക് ഉറപ്പായിട്ടും ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത കാണാം.